ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളി പറിക്കലാണ്. കൊള്ളി പറിക്കുന്ന രണ്ട് ആൾക്കാർ ഇവിടെ കണ്ട നാടൻ കൊള്ളി, വെറും കൊള്ളിയല്ല കേട്ടോ, നാടൻ കൊള്ളി, നല്ല നാടൻ കൊള്ളി പറിക്കണ വീഡിയോ പടിഞ്ഞാറൻ കൊള്ളി, തരിയുള്ള കൊള്ളി. അപ്പൊ ഇതാണ് നമ്മളെ തോട്ടം കണ്ടാ. നമ്മളെ ആശാന്റെ മോനും കൂടിയിട്ടാണ് ഇത് കൃഷി ചെയ്ത് ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. മഴയല്ലേ, മഴ ആയി കഴിഞ്ഞാല് വെള്ളം നിന്ന് കഴിഞ്ഞാൽ കൊള്ളി ചെയ്യും. അപ്പം അത് കാരണം കൊണ്ട് മഴ പെയ്ത ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അഭിനയിച്ചത് പറിച്ചുകൊണ്ടിരിക്കുന്നത് ആശാന്റെ മോനാണ്. യാതൊരുവിധ തരത്തിലുള്ള രാസവളം ഉപയോഗിക്കാത്ത കൊള്ളിയാണ് കണ്ടോ. അയവ അടിപൊളി സാധനം. ഇതാണ് നാടൻ കൊള്ളി എന്ന് പറഞ്ഞ സാധനം തന്നെ. ഇതാണ് മറ്റതൊക്കെ വരവാണ്. കട ഭയങ്കര മണ്ണൊക്കെ ആയിട്ടുള്ളതൊക്കെ മരുന്ന് അതുപോലെ തന്നെ ഒരു രാസവളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൈവവളം. ഇത് കാര്യമായിട്ടുള്ള വളപ്രയോഗം ഇവർ ചെയ്തിട്ടില്ല. വെറും വെള്ളം മാത്രം ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തരിശായ മണ്ണാണ്. വേരോടാനൊക്കെ അടിപൊളി സാധനമാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാടൻ കൊള്ളി. ആശാൻ അവിടെ ആശാൻ എന്താ ആഞ്ഞു വലിക്കാണ്. പതുക്കെ വലിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കട പൊട്ടിപ്പോവും. ഇതൊക്കെ പറിച്ചു കൂട്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. കാരണം 3 കിലോ 100 നാടൻ കൊള്ളി ആരും 3 കിലോ 100 കൊടുക്കില്ല. പക്ഷെ ആശാന് ഓവർ ലാഭം വേണ്ട വെച്ചിട്ടാണ് 3 കിലോ 100 കൊടുക്കുന്നത്. ഫോട്ടോ ഉണ്ട്. തോട്ടല്ലേ. ഇതാണ് നാടൻ കൊള്ളിയുടെ തോട്ടം. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അത്യാവശ്യം വലിയ തോട്ടാണ്. നാടൻ കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ, വെരി വെരി നാച്ചുറൽ കൊള്ളി. നല്ല മഴക്കാറുള്ള കാരണം കൊണ്ടാണ് ക്ലിയർ കാശം കുറവ്. നല്ല മഴയും കാറ്റും വരാനുള്ള സാധ്യത ഉണ്ട്. നല്ല കാറ്റും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിവിടെ കാര്യമായ വെളിയിലാണ്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. മേഘമൊക്കെ കാർമേഘം ഏകദേശമൊക്കെ മൂടി. പണ്ടത്തെ ആൾക്കാരെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിക്കിഴങ്ങാണ്. കൊള്ളി ഒരു മൂട് 10 മൂട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെയാണ്. കാരണം ഈ 70 വയസ്സ് 80 വയസ്സ് 100 വയസ്സൊക്കെ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സംഭവങ്ങളൊക്കെ ആവില്ല. അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങ്, ഇതൊക്കെ ഇതിന്റെ മെയിൻ കാരണങ്ങൾ. ഇപ്പോഴത്തെ ആൾക്കാർ ഫാസ്റ്റ് ഫുഡും മറ്റുള്ളതൊക്കെ അടിച്ചിട്ട് ആകെ നാശമായി അറ്റാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോഴും ആശാന് കൊല്ലം കൃഷി ചെയ്യലുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും ആശാന് കൃഷി ചെയ്യലുണ്ട്. എല്ലാ കൊല്ലവും മെയിൻ ഇതന്നെ പരിപാടി. ഇതൊക്കെ ഇന്നലെ ആശാനും ടീമും പറിച്ച ഭാഗങ്ങളാണ്. ഇതൊക്കെ പറിച്ച് ഇന്നലെ അത്യാവശ്യം കട ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളിയുടെ കട, പൂളക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. അതൊക്കെ ഇന്നലെ പറിച്ചത്. വെള്ളം നിന്ന ഭാഗങ്ങളാണ് ഫസ്റ്റ് പറിച്ചത്. വെള്ളം നിൽക്കാത്ത ഭാഗങ്ങൾ കണ്ട വലിയ തോട്ടാണ്, അത്യാവശ്യം വലിപ്പമുള്ള തോട്ടാണ്. ഇതവിടെ ഏകദേശം ഒരു സൈഡ് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറാപ്പറ മഴ, നല്ല അതിമഴ എന്ന് പറഞ്ഞാൽ കഠിനമായ മഴയാണ്. അതല്ല, നല്ല കാറ്റുകൊണ്ട് മഴയുണ്ട്. കൊള്ളിമരക്കിൽ അവരവിടെ കോട്ട കെട്ടിട്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ പതുക്കെ കയറിക്കാണ്.
അല്ല കൊള്ളി എന്ന് പറഞ്ഞ ഇതാണ് കണ്ട കടാണ്ട് നാടൻ കൊള്ളി വെട്ടിക്കൂടാണ്ട് എന്താ മുതല് അയ്യോ ഇതാണ് സാധനം നാടൻ കൊള്ളി എന്ന് പറഞ്ഞതാണ് ഒരു കേടുമില്ലാത്ത സാധനം. അപ്പൊ ഗൈസ് കൊള്ളി ഇന്നത്തെ പറിക്കലാണ് ഈ കാണുന്നത്. ഏകദേശമൊക്കെ ഇത്ര പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കൃഷി ചെയ്ത ആശാനാണ് ഈ ആശാന ഇതിലെന്തൊക്കെ ഉപയോഗിച്ചുള്ളത് ഒന്നും പറഞ്ഞു കൊടുത്തേ. ഇതില് ചാണകം 800. പിന്നെ വേറൊന്നുമില്ല അല്ലേ? വേറൊന്നുമില്ല, ജൈവവളം മാത്രം. ചാണകം 800 പിന്നെ വെള്ളം അടിച്ചിട്ടുണ്ട് ഇവര്, അത്രേ ഉള്ളൂ. ഇത് വലിയൊരു ഒഴിഞ്ഞെടുക്കുന്ന ഒരു പറമ്പാണ്. തെങ്ങിൻതോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പറമ്പാണ്. അപ്പൊ അവര് ഇവിടെ സുഹൃത്ത് കാതറിന്റെ വീട്ടിലെ ആട്ടുകാട്ടോ അല്ലെ? 15 ആടിന്റെ ആട്ടുകാട്ട് നമ്മളെ കാതർ ബായി ദാശാന്റെ മോനെ അഭിനയിച്ച്. ഇവനാണ് ഫുള്ള് ലോഡിങ് ആൻഡ് അൺലോഡിങ്. ഇതിനപ്പുറത്ത് കൂർക്ക, വാഴ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ. കൂർക്കുണ്ട്, വാഴകളുണ്ട്. നല്ല 1.5 കൊള്ളി, നല്ല കനുള്ള കൊള്ളികളുണ്ട്. പിന്നെ കൃഷിയാകുമ്പോ ചെറുതും വലുതും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളി ഐറ്റംസ് തന്നെ കിട്ടിയുള്ളൂ. അപ്പൊ കിട്ടിയ കൊള്ളികളൊക്കെ നമ്മള് കാണിച്ചിട്ടുണ്ട്. മഴ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു അല്ലേ? വലിയ കൊള്ളി, നല്ല കനം ഒന്നുകൂടി വെച്ചായിരുന്നു.